لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك. ഇനി തവാഫ് എങ്ങനെ ചെയ്യണമെന്ന് മാതൃകയ്ക്ക് വേണ്ടി നമുക്കൊന്ന് നോക്കാം. ഹജൽ അസ്വദിന്റെ നേരെ നിൽക്കുക. ഹജൽ അസ്വദ് തവാഫിന് മുമ്പായി കൈകൊണ്ട് തടകി മൊത്തലും മുഖം വെച്ച് ചുംബിക്കലും സുന്നത്തുണ്ട്. പക്ഷേ തിരക്കുള്ള സമയത്ത് അതിന് കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഹജൽ അസ്വദിന്റെ നേരെ ഇട്ടിരിക്കുന്നവർ ലൈനിൽ ആ ലൈനിൽ സൗകര്യത്തിനനുസരിച്ച് നിൽക്കുക. രണ്ട് കൈ കൊണ്ടും ഹജൽ അസ്വദിന്റെ നേരെ ആംഗ്യം കാണിക്കുക. ഞാൻ തവാഫ് ചെയ്യുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ 3 പ്രാവശ്യം അത് പറഞ്ഞ് കൈ കൊണ്ടാംഗ്യം കാണിച്ച് ആ കൈ മൊത്തുക. എന്നതിന് ശേഷം തിരിഞ്ഞപ്പോൾ ഹജർ അസ്വദിന്റെ നേരെയായി. നമ്മുടെ ഇടത് ഭാഗം ഹജർ അസ്വദിന്റെ നേരെയാണ്, കഅബ ഷരീഫിന്റെ നേരെയാണ്. ഇതാണ് കഅബ ഷരീഫിന്റെ മുൻഭാഗം. അങ്ങനെ മുൻഭാഗത്തേക്കാൾ നടക്കേണ്ടത്. എപ്പോഴും ഏത് വീട്ടിലും ചെല്ലുമ്പോൾ ചെല്ലേണ്ടത് മുൻഭാഗത്തിലൂടെയാണ്. അതിനാൽ നാം മുമ്പോട്ട് നടക്കുന്നു. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, മുമ്പോട്ട് നടക്കുമ്പോൾ എപ്പോഴും ശരീരത്തിന്റെ ഇടത് ഭാഗം കഅബ ഷരീഫിലേക്കല്ലേ എന്ന്. കഅബയിലേക്ക് ഇടത് ഭാഗമാണെങ്കിലും നമ്മുടെ വലത് ഭാഗത്തേക്കാണ് പോകുന്നത്. കാരണം ഹജർ അസ്വദിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ നോക്കൂ, നമ്മുടെ ഇടത് ഭാഗം ഇങ്ങോട്ടാണ്, നമ്മുടെ വലത് ഭാഗം കഅബ ഷരീഫിന്റെ ഭാഗത്തേക്കാണ്. ആ വലത് ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഇത് കണിശമായും പാലിക്കേണ്ടതുണ്ട്. ഇടത് ഭാഗം കഅബ ഷരീഫിലേക്കാവുക എന്നത് പാലിക്കേണ്ട നിബന്ധനയാണ്. അഥവാ അതെങ്ങാനും തെറ്റിപ്പോയാൽ തവാഫ് ബാത്തിലായി പോകുന്നു, നിഷ്ഫലമായി പോകുന്നു. നോക്കുക എത്രമാത്രം കർശനമായ നിയമമാണ് എന്ന്. അഥവാ അതെങ്ങാനും നിഷ്കർഷിച്ചില്ലായിരുന്നുവെങ്കിൽ ചില ആളുകൾ അങ്ങോട്ട് നടക്കുന്നു, ചില ആളുകൾ പിന്നോട്ട് നടക്കുന്നു, ചില ആളുകൾ ഇങ്ങോട്ട് മുഖം തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാൻ സാധ്യത വരുന്നു. ഇത് കൂട്ടിമുട്ടാതെ ഒരേ ദിശയിൽ 10,000-കണക്കിന് ജനങ്ങൾ നടന്നു നീങ്ങണമെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി ഇത്രയും കാർക്കശ്യ സ്വഭാവത്തിൽ ആ നിയമം വെക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാകണം, ഇടത് ഭാഗം കഅബ ഷരീഫിലേക്ക് ആക്കിക്കൊണ്ട് തന്നെയാകണം തവാഫ് എന്ന് പറയാനുള്ള കാരണം. ആ രൂപത്തിൽ നാം നിന്നിരിക്കുന്നു. ഇടത് ഭാഗം, ശരീരത്തിന്റെ ഇടത് ഭാഗം കഅബ ഷരീഫിലേക്കാണ്. എന്നിട്ട് ഇങ്ങനെ നടക്കുന്നു. ഈ നടത്തം ഇടത് ഭാഗം തെറ്റാൻ പാടില്ല. اللهم إيمانا بك وتصديقا بكتابك ووفاء بعهدك واتباعا لسنة نبيك سيدنا محمد صلى الله عليه وسلم എന്ന് മറ്റുള്ളതായ ദിക്ർ ദുആകൾ ചൊല്ലി ഇങ്ങനെ നടക്കുന്നു. ഈ നടത്തത്തിനിടയിൽ ദിക്ർ, ദുആ, ഖുർആൻ ഓതുക എന്നീ കാര്യങ്ങളല്ലാതെ മറ്റ് എന്തെങ്കിലും ദുന്യവിയായ സംസാരങ്ങളോ വർത്താനങ്ങളോ ചിന്തകളോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഹദീസിൽ വന്നിട്ടുള്ളതായ ദുആകളുണ്ട്. ആ ദുആകളാണ് ഏറ്റവും ഉത്തമമായ ദുആ. ഹദീസിൽ വന്ന ദുആകൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എങ്കിൽ അയാൾ ഖുർആൻ ഓതലാണ് ഏറ്റവും അഫ്ളൽ എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ തന്റെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ വിധത്തിൽ ഇങ്ങനെ നടന്ന് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തെത്തുമ്പോൾ ഒരു തവണയായിരിക്കുന്നു. ഈ ഒരു തവണ എത്തിയാൽ വീണ്ടും നാം ആ വരയിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗം ഇങ്ങോട്ട് തള്ളിപ്പോകാതെ, ആ വര വിട്ട് ഓവർടേക്ക് ചെയ്യാതെ, വരയിലെത്തുമ്പോൾ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമല്ലാതെ നേർരേഖയിലെത്തുമ്പോൾ വീണ്ടും തിരിഞ്ഞു നിൽക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ 3 തവണ വീണ്ടും പറയുക, വീണ്ടും തിരിയുക. ഇவ்விധം നടക്കുക. ഇങ്ങനെ 7 പ്രാവശ്യം ചുറ്റുന്നതിനാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. 7 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുന്നതിനിടയിൽ ഞാൻ പറഞ്ഞുവല്ലോ ശരീരത്തിന്റെ ഇടത് ഭാഗം കഅബ ഷരീഫിലേക്കാകണമെന്ന്. എന്നാൽ അങ്ങനെ ആക്കാൻ കഴിഞ്ഞില്ല. ആ ചുറ്റുന്നതിനിടയിൽ
ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയോ സ്ഥലത്തെത്തിയപ്പോൾ അല്പം തിക്കിൽ പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഉമ്മയോ ഭാര്യയോ ആരെങ്കിലും കൂടെയുള്ളവർ കൈവിട്ടുപോയി എങ്കിൽ അവരെ പിടിക്കുന്നതിന് വേണ്ടി ഉമ്മ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയാൽ നമ്മുടെ പിൻഭാഗം കാബയിലേക്കായി, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു പോയാൽ നമ്മുടെ മുൻഭാഗം കാബയിലേക്കായി. ഇങ്ങനെ ആയാൽ ഒന്നുകിൽ ആ ഒരു തവണ നാം എണ്ണത്തിൽ കൂട്ടാതിരിക്കുക, അതുമല്ലെങ്കിൽ എവിടെ വെച്ചാണോ സംഭവിച്ചത് എങ്കിൽ അവിടെ നിന്ന് അല്പം പിന്നോട്ട് പിൻഭാഗത്തേക്ക് അടിവെച്ച് ജോയിന്റ് ചെയ്ത് പോവുക. ഇതാണ് ചെയ്യേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മറ്റൊരു കാര്യം തവാഫിൽ ശ്രദ്ധിക്കേണ്ടത് ഔറത്ത് മറക്കുന്നതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. അവർ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ടത് അവരെ തലമുടിയോ കാലിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഒരു ഇഞ്ച് പോലും പുറത്ത് കാണാൻ പാടില്ല. ഔറത്ത് പൂർണ്ണമായും മറച്ചിരിക്കണം. ഇനി തവാഫിനിടയിൽ കഅബ ശരീഫ് പരിചയപ്പെടുത്തുന്നതിനിടയിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഈ വാതിലിന്റെ നേരെ മുൻഭാഗത്തായും കൊണ്ട് ഇബ്രാഹിം മഖാം എന്നൊരു കൂടാരം കാണാം. ചിത്രങ്ങളിലൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ സംവിധാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചിത്രങ്ങളിൽ കാണുന്ന ഇബ്രാഹിം മഖാം പരിശുദ്ധമായ മക്കയിലുള്ള ഒരു കൂടാരത്തിനകത്താണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തായിരുന്നു സംഭവം? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ ശരീഫ് പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ഇബ്രാഹിം നബിക്ക് കയ്യെത്താതെ വന്നു. അപ്പോൾ ഒരു കല്ല് പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കല്ല് താഴെ ഇടുകയും ആ കല്ലിൽ കയറി നിന്ന് ആ കല്ല് സ്പ്രിംഗ് ആക്ഷൻ പോലെ പൊന്തുകയും താഴുകയൊക്കെ ചെയ്തൊരു കല്ലാണ്. മാത്രമല്ല ആ കല്ലിൽ ഇബ്രാഹിം നബിയുടെ കാൽപാദം അങ്ങ് പതിയുകയും ചെയ്തു. അതാണ് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ആ ഇബ്രാഹിം മഖാം എന്ന ആശിരയുടെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ആ ഇബ്രാഹിം മഖാം ഇതാ ഈ കാണുന്ന കഅബ ശരീഫിന്റെ വാതിലിന്റെ മുൻഭാഗത്താണുള്ളത്. ആ ഭാഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും തിക്കും തിരക്കും ഉണ്ടാകാറുണ്ട്. ആ തിക്കിലോ മറ്റൊക്കെ ഇടതുഭാഗം പിൻഭാഗം ഒക്കെ തിരിഞ്ഞു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഅബ ശരീഫിന്റെ ചുറ്റും കഅബ ശരീഫിനെ പ്രദക്ഷിണം ചെയ്യുന്ന തവാഫ്, അതാണല്ലോ തവാഫ്. ആ ചെയ്യുന്ന സ്ഥലത്തിന് മത്വാഫ് എന്നാണ് അറബി ഭാഷയിൽ പറയുക. പഴയ കാലത്തേക്ക് അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം സൗകര്യങ്ങൾ സൗദി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സൗകര്യം വർദ്ധിപ്പിക്കുന്ന തിക്കിലും തിരക്കിലും സംസം കിണറിലേക്ക് പ്രവേശിക്കാനുണ്ട സൗകര്യപ്പെടുത്തിയിരുന്ന കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന കവാടങ്ങളൊക്കെ ബന്ധാക്കിയിട്ട് സംസം കിണർ എന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ അവിടെയൊക്കെ മൂടിക്കളഞ്ഞ സൗകര്യം ഏർപ്പെടുത്തിയിട്ട് പോലുമുണ്ട്. തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും പല ലക്ഷം ജനങ്ങൾ ഹജ്ജ് തിക്കി കൂടി വരുമ്പോൾ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ചായിരിക്കും അള്ളാഹുവിന്റെ ഈ ഭവനത്തെ രാപ്പകൽ ഭേദമന്യേ 24 മണിക്കൂറും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ചുറ്റുന്നതിനിടയിൽ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ അപ്പോഴും തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇഖാമത്ത് കൊടുക്കുന്നത് വരെ തവാഫാണ്. അതിനിടയിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തവാഫ് സ്റ്റോപ്പ് ചെയ്യുന്നു, നിർത്തിവെക്കുന്നു. എന്നിട്ട് നിസ്കാരത്തിൽ ജനങ്ങൾ പങ്കുചേരുന്നു. ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും തവാഫ് ആരംഭിക്കുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. ഈ വിധത്തിൽ തവാഫ് 24 മണിക്കൂറും അള്ളാഹുവിന്റെ ഈ ഭവനത്തിനെ ഭൂമിയിൽ ജനങ്ങൾ തവാഫ് ചെയ്യുന്നു. അതോടൊപ്പം ഇതിനോടൊരുമിച്ച് ആകാശലോകത്ത് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ബൈത്തുൽ മാമൂർ എന്ന അള്ളാഹുവിന്റെ ഭവനത്തിന് മലക്കുകൾ അവിടെ തവാഫ് ചെയ്യുന്നു. ഈ തവാഫിന്റെ ഇനങ്ങൾ, വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇൻഷാ അല്ലാഹ്. ഈ തവാഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഔറത്ത് മറക്കലും ഒളു ഉണ്ടാക്കലും ഒക്കെ നിർബന്ധമായ കാര്യമായിട്ട് മുമ്പ് PSK ഉസ്താദ് സംസാരിച്ചല്ലോ. അവിടെ ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. 10,000-കണക്കായ ഹാജിമാരും ഹജ്ജുമ്മമാരും തിങ്ങി ഞെരുങ്ങി മത്താഫിലൂടെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് പരസ്പരം സ്ത്രീ പുരുഷന്മാർ തൊട്ടാൽ ഒളു മുറിയുന്നു, മറ കൂടാതെ തൊട്ടാൽ. ശരിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കയ്യുറ ധരിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ മുൻകൈ തീർച്ചയായിട്ടും പുറത്താണ്. പുരുഷന്മാരാണെങ്കിൽ ഒരു തുണി ഉടുക്കുകയും മറ്റൊരു തുണി പുതയ്ക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും തന്നെ പൂണൂലാകൃതിയിൽ ധരിക്കുമ്പോൾ വലത്തെ ചുമല് തീർച്ചയായിട്ടും പുറത്താണ്. ശരിയാണ്. ഈ തിക്കിലും തിരക്കിലും ഒക്കെ മുമ്പോട്ട് നീങ്ങുന്ന ഹാജിമാരും ഹജ്ജമ്മമാരും അവരുടെ തൊലികൾ പരസ്പരം തൊടാൻ സാധ്യത ഏറെയാണല്ലോ. തീർച്ചയായിട്ടും അവരുടെ ഒളു മുറിയുന്നതാണ്. എങ്ങനെയാണ് ഈ ഒളു മുറിയുന്ന സാഹചര്യത്തിൽ തവാഫ് പൂർത്തിയാക്കാൻ സാധിക്കുക? സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയും എന്നത് താങ്കൾ ശാഫിഈ മദ്ഹബ് മാത്രം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല, എല്ലാ മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. 4 മദ്ഹബിലും ശാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബിലും വുളു മുറിയും എന്ന് തന്നെയാണ് നിയമം. പക്ഷേ അത് ഞാൻ എന്റെ സ്വന്തം വക പറയുകയല്ല. പക്ഷേ വ്യത്യസ്ത ഓരോ മദ്ഹബുകളിലും ചില വീക്ഷണ വ്യത്യാസങ്ങളും ചില നിബന്ധനകളും
ഒക്കെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് അനുഗ്രഹവുമാണ്. ആ അനുഗ്രഹം അനുസരിച്ചുകൊണ്ട് നമുക്ക് വുദു ഉണ്ടാക്കാനും വുദു മുറിയാതെ സൂക്ഷിക്കാനും ഒക്കെ കഴിയുന്നു. അപ്പോൾ 4 മദ്ഹബിലും